ഇന്നത്തെ വീഡിയോയിൽ ഞാൻ LED ലൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ കമ്പോണൻറ്റ് LEDയുടെ ലൈഫിനെയും അതിൻ്റെ എഫിഷ്യൻസിനെയും ബാധിക്കുന്നതായിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് അലൂമിനിയം ഹീറ്റ് സിങ്ക്. ഈ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യകത വരുന്നതും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് അത് ഹീറ്റ് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. LED ലൈറ്റ്സ് അറിയപ്പെടുന്നത് അതിൻ്റെ എഫിഷ്യൻസിനെയും അതുപോലെ അതിൻ്റെ ലോങ്ങർ ലൈഫ് ഉള്ളതുകൊണ്ടാണ് അത് അറിയപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം സാധ്യമാകുന്നത് അതിലെ ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റായ അതിൻ്റെ ഹീറ്റ് സിങ്ക് കൊണ്ടാണ്. സോ എന്താണ് ഹീറ്റ് സിങ്ക്, എന്തുകൊണ്ടാണ് LED ലൈറ്റ്സിന് ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യകത വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹീറ്റ് മാനേജ്മെൻറ്റ് ഇൻ LEDs. LED ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് കൺവേർട്ട് ചെയ്യുന്ന എനർജീനെ ലൈറ്റായിട്ടാണ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഹീറ്റായിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ലൈറ്റുകളെ പോലെ ഹീറ്റ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കൂടെ വിടുന്ന ഒരു ഇൻഫ്രാറെഡ് റേ ആയിട്ടാണ് സാധാരണ പുറപ്പെടുവിക്കാറ്. എന്നാൽ LEDയിൽ അങ്ങനെയല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. LED ലൈറ്റ് സാധാരണ ട്രഡീഷണൽ ലൈറ്റിനേക്കാളും കൂളറായിട്ടുള്ള ലൈറ്റാണ്. എന്നാൽ അതിൻ്റെ ഹീറ്റ് പുറപ്പെടുവിക്കുന്നത് അതിൻ്റെ ജംഗ്ഷനിലാണ്. LED ഒരു ഡയോഡാണെന്ന് നമുക്കറിയാം. ആ ഡയോഡിൽ ഒരു ജംഗ്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ജംഗ്ഷനിൽ ഉണ്ടാക്കുന്ന ഒരു ടെമ്പറേച്ചറാണ് LEDക്ക് ആവശ്യമായ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് കളയുന്നത്. പ്രോപ്പറായിട്ടുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ LED ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസുകളുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി മാറിപ്പോവുകയും അതിൻ്റെ കളർ ഷിഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ അതിൻ്റെ ലൈഫ് ഷോർട്ടൺ ആവുകയും ചെയ്യുന്നതാണ്. LEDക്ക് ആവശ്യമായ ഹീറ്റ് സിങ്കുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കുകയും അതിൻ്റെ ലൈഫ് സ്പാൻ എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. വൈ അലൂമിനിയം? എന്തുകൊണ്ടാണ് അലൂമിനിയം ഹീറ്റ് സിങ്കുകൾ യൂസ് ചെയ്യുന്നത്? അലൂമിനിയം ഹീറ്റ് സിങ്ക് സാധാരണ മെറ്റീരിയൽസിനേക്കാളൊക്കെ വളരെ ലൈറ്റാണ്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ കാര്യത്തിൽ അത് മുൻപന്തിയിലാണ് ഇരിക്കാറ്. അതുപോലെ അത് കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ്. അലൂമിനിയം എഫക്റ്റീവായിട്ട് അതിൻ്റെ ഹീറ്റിനെ LED ജംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞ് എയറിലോട്ട് കളയുന്ന ഒരു മെത്തേഡാണ് അലൂമിനിയം ഹീറ്റ് സിങ്കിൽ നമുക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്. അലൂമിനിയം ഹീറ്റ് സിങ്ക്സ് ഇന്ന് വേരിയസ് ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ഈ ഡിസൈൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് സർഫേസ് ഏരിയ കൂടുന്ന മെത്തേഡിൽ ചെയ്യുകയും അതുപോലെ തന്നെ എയർ ഫ്ലോ കൂടുതലായിട്ട് വരാനുള്ള രീതിയിലുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസിയിൽ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് അലൂമിനിയം ഹീറ്റ് സിങ്ക്സ്. അലൂമിനിയം ഹീറ്റ് സിങ്ക്സിൻ്റെ ഒത്തിരി തരം ബെനിഫിറ്റ്സുകളുണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് അതൊന്ന് ലിസ്റ്റ് ചെയ്യാം. എക്സ്റ്റെൻഡഡ് ലൈഫ് സ്പാൻ. ഹീറ്റ് സിങ്ക്സ് യൂസ് ചെയ്തിട്ട് LEDയുടെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കുകയും അതുപോലെ ഓവർ ഹീറ്റിംഗ് മുതലായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് LEDയുടെ ലൈഫ് വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. LEDക്ക് ആവശ്യമായ ഹീറ്റ് സിങ്ക്സ് നമ്മൾ കൊടുക്കുന്നതോടെ എഫക്റ്റീവായിട്ടുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയും അതിൻ്റെ LED കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് റണ്ണാവുകയും അതോടൊപ്പം തന്നെ എനർജീനെ കൂടുതൽ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കാനും അത് സഹായിക്കുന്നുണ്ട്. സ്റ്റേബിൾ പെർഫോമൻസ്. ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നതോടെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടാനായിട്ടും കളറിൻ്റെ ചേഞ്ച് വരാതെ ഇരിക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അത് തെർമൽ ഡിഗ്രഡേഷൻ സംഭവിക്കാതിരിക്കാനായിട്ടും സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തതാണ് സേഫ്റ്റി. ഹീറ്റ് സിങ്ക്സ് യൂസ് ചെയ്യുന്നതോടെ ഫയർ ഹസാർഡ് മുതലായ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. LED തെർമൽ റണ്ണവേയിൽ എത്തുകയും ചിലപ്പോൾ അത് ഫയർ റിസ്കിനാവാനുള്ള ചാൻസുകളും ഉള്ളതാണ്. അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് LED ഹീറ്റ് സിങ്ക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നത്. LEDക്കായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റ് സിങ്ക്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പവർ, അത് യൂസ് ചെയ്യുന്ന സർഫേസ് ഏരിയ, ഹീറ്റ് ഡിസിപ്പേഷൻ ആൻഡ് ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഡേറ്റ ഷീറ്റ് LEDയുടെ ഡേറ്റ ഷീറ്റ് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട്. അടുത്തതായി ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹൗ ടു ചൂസ് ദ റൈറ്റ് ഹീറ്റ് സിങ്ക്. ഡിറ്റർമൈൻ ദ തെർമൽ ലോഡ്. ഇത് LED ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഇതിൻ്റെ ഡേറ്റ ഷീറ്റിലൊക്കെ അവൈലബിൾ ആണ്. എന്ത് തരം ഹീറ്റ് ഔട്ട്പുട്ടാണ് ഈ LED പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എന്ത് സർഫേസ് ഏരിയ ഉള്ള അലൂമിനിയം ഹീറ്റ് സിങ്ക്സ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ LED ഡേറ്റ ഷീറ്റിൽ LED മാനുഫാക്ചറേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മളതൊക്കെ ചെയ്യാനായിട്ട്. കൺസിഡർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ.
ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്നാൽ ഇത് വർക്ക് ചെയ്യുന്ന ആംബിയൻ ടെമ്പറേച്ചറാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന LED ലൈറ്റ് ഇരിക്കുന്ന റൂമോ അല്ലെങ്കിൽ ഔട്ട്ഡോർ പൊസിഷനിലോ ഇൻഡോർ പൊസിഷനിലോ ആണെങ്കിൽ തന്നെ അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ അത് നമ്മൾ ആവറേജ് ആയിട്ട് ഉള്ളൊരു ടെമ്പറേച്ചർ കണക്കെടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ ഒപ്റ്റിമൽ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. സൈസ് ആൻഡ് ഷേപ്പ്. LED ഹീറ്റ് സിങ്ക്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ LEDക്ക് ആവശ്യമായ കൃത്യമായിട്ടുള്ള സർഫേസ് ഏരിയ നമ്മൾ ചൂസ് ചെയ്ത് വേണം ഉണ്ടാക്കാനായിട്ട്. കാരണം അതാണ് ഇതിന് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഘടകം. അടുത്തതായിട്ടുള്ളത് മെറ്റീരിയൽ ക്വാളിറ്റി. അലൂമിനിയം നമുക്ക് ഇന്ന് പല രീതിയിലും പല മെറ്റീരിയൽ കമ്പോസിഷനിലും അവൈലബിൾ ആണ്. എന്നാൽ പ്യൂർ ഫോം ആയിട്ടുള്ള അലൂമിനിയവും അതിന് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഡിസിപ്പേഷന് സഹായിക്കുന്ന ടൈപ്പ് അലൂമിനിയംസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അലൂമിനിയം യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ഹീറ്റ് സിങ്സിനാണ് ഏറ്റവും കൂടുതൽ ലൈഫും ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റിയും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.